നമുക്ക് കുറച്ച് മത്തിയുടെ പരിഞ്ഞില് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിന്ന് അട വറക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് തേങ്ങാപ്പീര. അത് ഞാൻ തേങ്ങാപ്പീര മിക്സിയിലിട്ട് പൂളി അടിച്ചതാണ്. അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ആവശ്യത്തിന് പച്ചമുളകും, 2 തണ്ട് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നല്ലതായിട്ട് ഞെരടണം. ഉപ്പും മുളകും സവാളയും തേങ്ങയും പരിഞ്ഞിലും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒരു തവ ചൂടാക്കാം വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എല്ലായിടവും നല്ലതായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് ഈ പരിഞ്ഞിൽ ഇതിനകത്തോട്ട് ഇട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്യണം. കനം കുറച്ച് നല്ലതായിട്ട് വട്ടത്തിൽ നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് മേലെ കുറച്ച് ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട. ഒരുപാട് ഒഴിച്ചാൽ ഇളകാൻ പാടായിരിക്കും. ചെറിയ തീയെ ഇടാവുള്ളേ. എന്നിട്ട് വിരൽ കൊണ്ട് 1-2 കുത്ത് ഇങ്ങനെ കൊടുക്കുക. അത് കുഴിഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് ആ വെള്ളം ബോയിലായി എല്ലായിടവും നല്ലതായിട്ട് പിടിച്ചോളും. എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ചെറിയ തീയിലിട്ട് എന്നിട്ട് നമുക്കത് തിരിച്ചിടാം. പരിഞ്ഞിൽ റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദാണ്. വാഴയിലയിൽ വെക്കുന്നതാണ് ഒന്നും കൂടെ സ്വാദ്. നമുക്ക് വാഴയില ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.